ഹായ്, എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. ഈ കഴിഞ്ഞ 23-ാം തീയതി സ്റ്റുഡൻസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള നരേന്ദ്രമോദിജി അപ്ലോഡ് ചെയ്ത വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ നിന്ന് റിമൂവ് ആയിരിക്കുകയാണ്. സ്റ്റുഡൻസിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സ്റ്റുഡൻസിന് കൂടുതൽ വിശ്വാസവും ഉറപ്പും അഷ്വറൻസും ഒക്കെ കൊടുക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് റിമൂവ് ആയിരിക്കുന്നത്. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു വീഡിയോ റെസ്ട്രിക്ഷൻ സംഭവിച്ചിരിക്കുക? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇതൊരു നോർമൽ ഇൻഫ്ലുവൻസറുടെ അക്കൗണ്ടിൽ നിന്നോ അല്ലെങ്കിൽ ഒരു നോർമൽ ഇൻഡിവിജ്വലിൻ്റെ അക്കൗണ്ടിൽ നിന്നോ ഉള്ള ഒരു വീഡിയോ അല്ല റെസ്ട്രിക്റ്റ് ആയിരിക്കുന്നത്. ഓക്കെ, ഇന്ത്യ എന്ന രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ നിന്ന് പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് റെസ്ട്രിക്റ്റ് ആയിരിക്കുന്നത്. ഓക്കെ, അതൊരു ടെക്നിക്കൽ ഗ്ലിച്ച് ആയിരുന്നു എന്നാണ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തു നിന്നുള്ള മറുപടി. ഓക്കെ, വീഡിയോ ഉടനെ തന്നെ റീസ്റ്റോർ ആവുകയും ചെയ്തു. എന്നാലും എന്താവാം ഇതിന് പിന്നിലുള്ള റീസൺ? ഇപ്പോൾ ഉണ്ടായ ഈ ഇൻസിഡൻറ്റും അതുപോലെ തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ഉണ്ടായിക്കൊണ്ടിരുന്ന കുറേ കാര്യങ്ങളും കൂടെ കൂട്ടിച്ചേർത്ത് നോക്കുമ്പോൾ നോർമലായിട്ട് ചിന്തിക്കുന്ന ഏതൊരാൾക്കും ചില കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. അതായത് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാം, ഈ കഴിഞ്ഞ CJP പ്രൊട്ടസ്റ്റ്, ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരുന്ന CJP പ്രൊട്ടസ്റ്റ് ഇത്രത്തോളം പോപ്പുലാരിറ്റി കിട്ടാനുണ്ടായ ഒരു റീസൺ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ തന്നെയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കും സംശയം ഉണ്ടാകുന്ന ഒരു കാര്യമല്ല. ഞാനും നിങ്ങളും ഉൾപ്പെടെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആർക്കും ഓക്കെ, നമുക്ക് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മുടെ ഫീഡിൽ ഇത് മാത്രമായിരുന്നു വന്നുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയ അൽഗരിതം മൊത്തത്തിൽ ചേഞ്ച് ആയ കുറച്ച് ദിവസങ്ങളാണ് നമ്മളിപ്പോൾ ഇന്ത്യ വിറ്റ്നസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിലാർക്കും സംശയം ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ യൂസ് ചെയ്യുന്ന സോഷ്യൽ മീഡിയയ്ക്ക് നമ്മുടെ ഫീഡിൽ എന്ത് വരണം, ഫീഡ് റെക്കമെൻഡേഷൻസ് തരാനും അല്ലെങ്കിൽ നമ്മൾ എന്ത് കാണണം എന്ന് നിയന്ത്രിക്കാനുള്ള ഒരു ടെക്നോളജി അവരുടെ കയ്യിൽ അവൈലബിൾ ആണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് കാണാൻ ആഗ്രഹിക്കാത്ത അല്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടാവത്തില്ല, പക്ഷെ CJP പ്രൊട്ടസ്റ്റോ അല്ലെങ്കിൽ റിലേറ്റഡ് തിങ്സോ നമ്മുടെ ഫീഡിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഫുൾ ടൈം ഉണ്ടായിരുന്നു. ഇതുപോലെ സിമിലർ ആയിട്ടുള്ള ഇൻസിഡൻറ്റ് ട്രംപിന് 2022 നേരിടേണ്ടി വന്നതുകൊണ്ടാണ് ട്രംപ് സ്വന്തമായിട്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കി, ട്രൂത്ത് സോഷ്യൽ എന്ന് പറഞ്ഞിട്ട്. പിന്നീടുള്ള പുള്ളിയുടെ എല്ലാ കമ്മ്യൂണിക്കേഷനും അന്ന് മുതൽ ഇന്ന് വരെ വന്നുകൊണ്ടിരിക്കുന്നത് ട്രൂത്ത് സോഷ്യലിൽ കൂടെ തന്നെയാണെന്നുള്ള കാര്യം നമുക്കറിയാം. ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, നമ്മുടെ ഫീഡുകളിൽ CJP പ്രൊട്ടസ്റ്റിൻ്റെ ന്യൂസസും അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യങ്ങളും ഇത്ര ഹൈലൈറ്റ് ആയിട്ട് വന്നുകൊണ്ടിരുന്നതിൽ എന്തെങ്കിലും ഒരു ഹിഡൻ അജണ്ട ഉണ്ടായിരുന്നോ എന്ന്? ഇന്ത്യയിൽ ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുന്ന മറ്റേതെങ്കിലും വിദേശ ശക്തികളുണ്ടോ എന്നുള്ള ക്വസ്റ്റ്യൻ മാർക്കിന് കൂടുതൽ അടിവരയിട്ട് ഉറപ്പിക്കുന്ന ഒരു ഇൻസിഡൻ്റ് ആണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. കൂടുതൽ സമയവും സോഷ്യൽ മീഡിയയിൽ തന്നെ സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ജെൻസി കിഡ്സിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പർപ്പസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊപ്പഗാൻഡയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരുന്നത്. കറക്റ്റായിട്ട് നമ്മുടെ പുതുതലമുറ ആ പ്രൊപ്പഗാൻഡയിൽ ഒരു പാർട്ട് ആവുകയാണ് ചെയ്തത്. അതുകൊണ്ടാണ് നമ്മുടെ ധർമ്മേന്ദ്ര പ്രധാൻജി ആയാലും റെസിഗ്നേഷൻ്റെ സമയത്ത് പറഞ്ഞത് യൂത്തിനെ രക്ഷിക്കാനാണ് അല്ലെങ്കിൽ അവരുടെ ഭാവിയെ മുൻകൂട്ടി കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു റെസിഗ്നേഷൻ ഉണ്ടായതെന്ന്. ഇല്ലെങ്കിൽ ഈ ഒരു സിറ്റുവേഷൻ കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ കുറേ നാളുകളും കൂടെ അല്ലെങ്കിൽ ഇത് മറ്റൊരു വലിയ പ്രൊട്ടസ്റ്റിലേക്ക് തന്നെ ഈ ക്യാമ്പയിൻ അവസാനം ചെന്നെത്തിയേനെ.